ഹലോ ഗൈസ്, അപ്പോൾ ഞാൻ എവിടേക്കാണ് ഈ രാത്രി പോകുന്നതെന്ന് വെച്ചാൽ ഒറ്റയ്ക്കല്ല, നമ്മുടെ തുടരും മൂവി, നമ്മുടെ ലാലേട്ടൻ്റെ തുടരും മൂവി കാണാൻ വേണ്ടി പോവുകയാണ്. അത് ഇറങ്ങിയപ്പോൾ മുതലൊന്ന് വിചാരിക്കുന്നതാണ് ഒന്ന് പോയി കാണണമെന്ന്. പക്ഷേ ടിക്കറ്റ്സിൻ്റെ പ്രശ്നവും പിന്നെ നമ്മുടെ സമയത്തിൻ്റെ പ്രശ്നങ്ങളും കാരണം കാണാനായിട്ട് പറ്റിയില്ല. അങ്ങനെ നമ്മളിപ്പോൾ തിയേറ്ററിൽ എത്തിയിട്ട് ടിക്കറ്റ് എടുക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം കേട്ടോ. നമ്മൾ 9 മണീൻ്റെ എങ്ങാണ്ട് ഷോയ്ക്ക് നമ്മൾ 8:30 മുമ്പേ പോയി അവിടെ ക്യൂ നിൽക്കാൻ തുടങ്ങി. കാരണം ടിക്കറ്റ് കിട്ടുന്നില്ല ഗൈസ്, അത്രയും തിരക്കായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനും സിസ്റ്ററും ക്യൂ നിന്നു, അനിയൻ മാറി നിന്നു. കാരണം ഞങ്ങൾ 3 ആളും കൂടിയിട്ടാട്ടോ പോയത്. അങ്ങനെ നമ്മൾക്ക് ടിക്കറ്റൊക്കെ കിട്ടിയിട്ട് നമ്മൾ തിയേറ്ററിൻ്റെ അകത്ത് കയറി. ഒരു കാര്യം പറയട്ടെ ഗൈസ്, വളരെ അടുത്തായിരുന്നു നമ്മൾ സ്ക്രീനിൻ്റെ. നമുക്ക് അങ്ങനെയാണ് ടിക്കറ്റ് കിട്ടിയത്. അപ്പോൾ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ നമ്മുടെ സിനിമയും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. വളരെ പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്തു. കാരണം എന്താ വെച്ചാൽ വളരെ പെട്ടെന്നായിട്ട് എനിക്ക് തോന്നിയതാണെന്ന് എനിക്കറിയില്ല. പക്ഷേ ഗൈസ് മൂവിയായിരുന്നു, അടിപൊളി മൂവി. എനിക്ക് ലൂസിഫറിനേക്കാളും, എൻ്റെ പേഴ്സണൽ ചോയ്സ് ആട്ടോ, എനിക്ക് ലൂസിഫറിനേക്കാളും ഇഷ്ടപ്പെട്ടു തുടരും മൂവി. അടിപൊളിയായിരുന്നു കേട്ടോ. ഭയങ്കര തിരക്കുമായിരുന്നു. നെക്സ്റ്റ് ഷോയ്ക്കുള്ള ടിക്കറ്റ്സൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ ഷോ കഴിയുമ്പോഴത്തേനും 12 മണി. അത് കഴിഞ്ഞിട്ടുള്ള ഷോയ്ക്കും ഒരുപാട് ആളുകളായിരുന്നു കേട്ടോ. അത്ര തിരക്കുണ്ട്. പക്ഷെ പടം ഒരു രക്ഷയില്ല, കിട്ടുമായിരുന്നു. അടിപൊളി ആംബിയൻസും വൈബ്സ്, ത്രില്ല്, എവറിത്തിങ് ഭയങ്കര രസമുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾക്ക് 3 ആൾക്കും ഒരുപാട് ഇഷ്ടമായി. അതാണ് ഞങ്ങളിപ്പോൾ വണ്ടിയിലിരുന്നിട്ട് ഇങ്ങനെ ഡിസ്കസ് ചെയ്തിട്ട് പോകുന്നത്. അപ്പോൾ നിങ്ങൾ ആരും കണ്ടില്ലെങ്കിലും എല്ലാവരും പോയി, കാണാത്തവരെല്ലാവരും പോയി തിയേറ്ററിൽ പോയി നമ്മുടെ ലാലേട്ടൻ്റെ തുടരും മൂവി കാണുക. അടിപൊളിയാണ് കേട്ടോ, ഒരു രക്ഷയില്ല ഗൈസ്. എനിക്ക് പറഞ്ഞിട്ടും തീരുന്നില്ല, അത്രയും കിട്ടുമായിരുന്നു. ബൈ.